Good morning, sir. Yes, good morning. Good morning, sir. Yes, good morning, Saranya. Good morning, sir. Okay, Priya, good morning. Good morning, Sudhi. Good morning, sir. Okay, Ashili, good morning. Tasnia, good morning. Okay, Chippy, good morning. Afla, good morning. Okay, let us start. Let us start. Okay, Chippy, let us start. Yes. Okay, Sudhi. Okay. Let us start. Okay, Sri Lakshmi. Sri Lakshmi, good morning. Yes. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ഓക്കെ അതിനെ കൂടി ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞു സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്. നെഗറ്റീവ് ടൈപ്പുള്ള വാചകങ്ങൾ അതിന്റെ പറയുന്നത് ഡിഡ് നോട്ട് വെച്ചാണ് നമ്മൾ പറഞ്ഞത്. ഡിഡ് നോട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി, പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കോളും. ഈ രീതിയിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഡിഡ് നോട്ട് വെച്ച് നമ്മൾ പറയും. അപ്പൊ അങ്ങനെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഡിഡ് നോട്ട് വെച്ചിട്ട് നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടോ ഒരു മാസമായിട്ടോ ചെയ്യാതിരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഐ ഡിഡ് നോട്ട് സ്റ്റഡി, I did not take bath in the morning, I did not cook food. അങ്ങനെ ഡിഡ് നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയും. യെസ്, ഇന്ന് നമ്മൾ അതിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആക്കില്ല, സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു ചോദ്യമാക്കുകയാണ്. ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഭക്ഷണം പാകം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഐ ഡിഡ് നോട്ട് കുക്ക് ഫുഡ് എന്നാണ്. ഐ ഡിഡ് നോട്ട് കുക്ക് ഫുഡ്. ഇനി നമ്മൾ അതൊരു ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. നീ ഭക്ഷണം പാകം ചെയ്തോ? നീ ഉറങ്ങിയോ? നീ പഠിച്ചോ? നീ വന്നോ? നീ വിളിച്ചോ? വിളിച്ചു കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. വിളിക്കുമോ എന്നല്ല, വിളിച്ചോ. യെസ്, നീ ഭക്ഷണം കഴിച്ചു. അപ്പൊ അങ്ങനെ അത് ചോദ്യമായിട്ട് ചോദിക്കണം. വി ആർ ആസ്കിങ് എ ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ വേണം? ലിമ്മി ജോസ് ഗുഡ് മോർണിംഗ്. അപ്പൊ അതെങ്ങനെ വേണം? അങ്ങനെ വന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഡിഡ് എന്ന് പറയുന്ന വേർഡ് അത് എന്ത് ചെയ്യണം? ആദ്യം പറയും. യൂർഷില ഗുഡ് മോർണിംഗ്. അത് നമ്മൾ ആദ്യം പറയണം. ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? അതൊരു ചോദ്യമായിട്ട് മാറി. അപ്പൊ നമുക്ക് നീ ഭക്ഷണം കഴിച്ചു എന്നുള്ളത് ഇംഗ്ലീഷിൽ നമ്മൾ ചോദിക്കുമ്പോൾ ഡിഡ് ആദ്യം ചോദിച്ചാൽ മതി. ഡിഡ് യു ഈറ്റ് ഫുഡ്? നീ ഭക്ഷണം കഴിച്ചോ? ഡിഡ് യു കോൾ മീ? നീ എന്നെ വിളിച്ചോ? ഡിഡ് യു സ്റ്റഡി വെൽ? നീ നന്നായിട്ട് പഠിച്ചോ? അപ്പൊ അങ്ങനെ നമുക്ക് ഡിഡ് വെച്ച് ആദ്യം വന്നു കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റിലേക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഡിഡ് യു സ്റ്റഡി? നീ പഠിച്ചോ? അപ്പൊ അത് കേൾക്കുന്ന ആൾക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ ഉത്തരം പറയാം. യെസ് ഐ സ്റ്റഡീഡ്, ഞാൻ പഠിച്ചു. അല്ലെങ്കിൽ നോ ഐ ഡിഡ് നോട്ട് സ്റ്റഡി. രണ്ട് രീതിയിൽ പറയും. യെസ് എന്നും പറയാം, നോ എന്നും പറയാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ്. അപ്പൊ നമ്മളിവിടെ ഇന്ന് നോക്കുന്നത് ഡിഡ് വെച്ച് വരുന്ന ചോദ്യങ്ങളിലേക്കാണ് നമ്മളിത് പോകുന്നത്. ഡിഡ് വെച്ച് വരുന്ന ചോദ്യങ്ങളിലേക്ക്. ഡിഡ് വെച്ച് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നു. യെസ്, ഓക്കെ. ഇപ്പൊ മനസ്സിലായല്ലോ. ഡിഡ് ആദ്യം വന്നു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്നു? ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ, ചോദ്യമായിട്ട് മാറും. ഡിഡ് യു വർക്ക്? നീ ജോലി ചെയ്തോ? ഡിഡ് യു ടീച്ച്? നീ പഠിപ്പിച്ചോ?
ഡിഡ് യു സ്റ്റഡി? നീ പഠിച്ചോ? ഡിഡ് യു ക്ലീൻ യുവർ റൂം? നീ നിന്റെ റൂം വൃത്തിയാക്കിയോ? കേട്ടോ? അപ്പൊ ഡിഡ് ആദ്യം വന്നു കഴിഞ്ഞാൽ ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. അതെന്തായിട്ട് മാറുന്നു? അതൊരു ചോദ്യമായിട്ട് മാറുന്നു. ഓക്കെ, വെരി സിമ്പിൾ. വെരി സിമ്പിൾ മീൻസ് വെരി സിമ്പിൾ. ഓക്കെ, നമുക്ക് അതിന്റെ ഒരു കാര്യത്തിലേക്ക് കിടക്കാം. ബിനി അലക്സ്. Hello, sir. ബിനി അലക്സ്. Sir, good morning. ഓക്കെ, ഗുഡ് മോർണിംഗ്. അവിടെ നിൽക്കട്ടെ ഒരു മിനിറ്റ്. ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി രവി. ശ്രീലക്ഷ്മി, മൈക്ക് ഓൺ ചെയ്യൂ ശ്രീലക്ഷ്മി. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ രണ്ടുപേരുണ്ട്. ഒന്ന് ശ്രീലക്ഷ്മി ഉണ്ട്, അതുപോലെ തന്നെ ബിനി അലക്സ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും യാദൃച്ഛികമായിട്ട് ഒരു വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയെന്ന് വിചാരിക്കും. രണ്ടുപേരും യാദൃച്ഛികമായിട്ട് കണ്ടുമുട്ടി. അപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കുന്ന ആളുകളായതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ തമ്മിൽ പരിചയമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടുമുട്ടി. അപ്പൊ ഞാൻ പറയുന്നത് ബിനി അലക്സ് ഡിഡ് വെച്ച് ആരംഭിക്കുന്ന ഒരു 5 ചോദ്യം പ്രിയനോട് അല്ല ശ്രീലക്ഷ്മിയോട് ചോദിക്കും. ഡിഡിൽ തുടങ്ങുന്ന ഒരു 5 ചോദ്യം സൗഹൃദമായിട്ട്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഡിഡ് യു യെസ്, ഡിഡ് വെച്ച് വേറെ വാക്ക് പറയാൻ പറ്റില്ല, വേണ്ടെന്ന് വെച്ചാൽ. ഓക്കെ, ഡിഡ് യു റെക്കഗ്നൈസ് മീ? നീ എന്നെ തിരിച്ചറിഞ്ഞോ? റെക്കഗ്നൈസ് തിരിച്ചറിയുക. ഡിഡ് യു റെക്കഗ്നൈസ് മീ? നീ എന്നെ തിരിച്ചറിഞ്ഞു. ഡിഡ് യു ടേക്ക് ഫുഡ് ഇൻ ദ മോർണിംഗ്? രാവിലെ ഭക്ഷണം കഴിച്ചു. കണ്ടാ? അപ്പൊ അങ്ങനെ ഒരു നമുക്കൊരു സൗഹൃദമായിട്ട് ചോദിക്കാവുന്ന 5 ചോദ്യങ്ങൾ. ബിനി ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ മനസ്സിൽ. അത് ശ്രീലക്ഷ്മിയോട് ചോദിക്കാം. ശ്രീലക്ഷ്മിക്ക് അതിന് യേസ് എന്നോ നോ എന്നോ മറുപടി പറയാം. യേസ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറയും യേസ് വെച്ച് പറയാം. നോന്നാണെങ്കിൽ നോന്ന് പറയാം. അപ്പൊ നോന്നാണെങ്കിൽ ഐ ഡിഡ് നോട്ട്. യേസ് ആണെങ്കിൽ എന്താണോ കാര്യം പറയാം അതിന്റെ പാസ്റ്റ് അങ്ങനെ പറയും. യെസ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് ശ്രീലക്ഷ്മി ചോദിക്കണം. അപ്പൊ ശ്രീലക്ഷ്മിയെ മനസ്സിൽ വിചാരിച്ചു വെച്ചോ, നമുക്ക് ആരെങ്കിലും കണ്ടു കഴിയുമ്പോൾ സൗഹൃദമായിട്ട് ചോദിക്കാവുന്ന 5 ചോദ്യം. ഡിജിറ്റൽ തുടങ്ങുന്നത് മാത്രമാണ്. യെസ്. ഓക്കെ, ബിനി ചോദിച്ചോളൂ. ബിനി, Did you attend your online classes? Yes. Yes, I attended online classes. Okay, correct. Did you take your food in the morning? Yes, I take my food. In the morning. Yes. ഇപ്പൊ ഭക്ഷണം കഴിച്ചതായി, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തതായി. പിന്നെ ഓൺലൈൻ ക്ലാസ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേ. Did you like a job search class? Oh, Yes, exactly. എക്സാക്ട്ലി. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ഓൺലൈൻ ക്ലാസ് ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ വലിയ അതിനകത്തൊരു സ്റ്റെപ്പ് കൂടി കയറ്റി വെച്ചു. ഓക്കെ ഓക്കെ, അങ്ങനെ ചിന്തിക്കില്ല. വേറെ ലെവലിലോട്ട് ചിന്തിക്കും. ഇപ്പൊ ഏറ്റവും അവസാനം ഏറ്റവും സിനിമ കണ്ടോ എന്ന് ചോദിക്കും. Did you watch the latest movie Empuran? Yes, very good, very good. Okay. Did you finish your household works? Yes. Yes. Yes, I finished my work. Okay. കുഴപ്പമില്ല. ബിനി അലക്സ്, വെരി ഗുഡ്, വെരി ഗുഡ്. ബിനി അലക്സിന് ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ജീവിതത്തെ എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ട് നേരിടുക, അല്ലാണ്ട് ടെൻഷൻ അടിച്ച് വിഷമിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞാലും കുറച്ച് ആളുകൾ വരിക്കും. പിന്നെ അതിന്റെ പേരിൽ നമ്മൾ ടെൻഷൻ അടിക്കണം, ചിരിച്ചുകൊണ്ട് നേരിടുക. ഓക്കെ, അപ്പൊ രസകരമായിട്ട് നമുക്കത് ഫേസ് ചെയ്യാം. ഓക്കെ ശ്രീലക്ഷ്മി, ഒരു 5 ചോദ്യം, ഒരു വെടിക്കെട്ട് ചോദ്യം ബിനി അലക്സിനോട് ചോദിച്ചാൽ ഈ ചോദ്യം കേൾക്കുമ്പോഴേക്കും ബിനി ചിന്തിക്കും, ഓ ഇങ്ങനെ ചോദിക്കാമായിരുന്നല്ലേ എന്ന് ചിന്തിക്കേണ്ടത്. ഓക്കെ, ആ രീതിയിലുള്ള ഒരു 5 ചോദ്യം ബിനി അലക്സിനോട് ചോദിച്ചു. Did you attend the online class regularly? No, last week I didn't attend my online classes. Yes. Okay. Yes. I was offline. Okay. Did you know the exam dates of our course?
And no, I don't know the dates, but in the I think it's in December something. ഓക്കെ ഓക്കെ അത് കൊള്ളാം അത് കൊള്ളാം. ഐ തിങ്ക് പെർഹാപ്സ് എന്നുള്ള അർത്ഥമാണ്. വെരി ഗുഡ് വിനി, കൊള്ളാം കൊള്ളാം, വെരി ഗുഡ്. ഡിറ്റ് വെച്ച് വരുന്നത് വേറെ എന്തെങ്കിലും രസകരമായ ചോദ്യങ്ങൾ ചോദിച്ചോ? എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ഫുഡ് ഇഷ്ടപ്പെട്ടോന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചോ? ഡിറ്റ് വെച്ച് വരാവുന്ന ഒരു 2-3 ചോദ്യങ്ങളുണ്ട്. Did you see any of the latest movies? Did you see any of the latest movies? ആൻസർ പറഞ്ഞോളൂ. അതിന്റെ മുമ്പ് ഞാൻ ഇടയ്ക്ക് പറയാം. എല്ലാവരും ഡിറ്റ് വെച്ച് വരാവുന്ന ഒരു 5 ചോദ്യം ചോദിച്ചു മനസ്സിൽ കരുതി വെച്ചു. ഡിറ്റ് വെച്ച് വരാവുന്ന 5 questions കേട്ടോ. ഡിറ്റ് വെച്ച് തുടങ്ങണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോട് ചോദിക്കാം. ഓക്കെ 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 ശ്രീലക്ഷ്മി കണ്ടിന്യൂ. No, I didn't watch any latest movies. Yes. Okay. Did you buy our യൂസ് എന്ന് പറഞ്ഞ വേർഡ് വരാവുന്ന ചോദ്യങ്ങളൊന്ന് ചിന്തിച്ചു വയ്ക്കാൻ ശ്രീലക്ഷ്മി. ഡിഡ് യു യൂസ്, നിങ്ങൾ ഉപയോഗിച്ചോ എന്ന് വെച്ചിട്ട് ഡിഡ് യു യൂസ്. ഞാനൊരു തോട്ട് ഇട്ടതാണ്. Did you buy our guide provided by our Yes, I paid the amount, but I didn't get the guide. Yes. Okay. That's a question. Very good. Very good. ഡിറ്റ് വെച്ച് വരാവുന്ന അടുത്ത ചോദ്യം. ഒരു ചോദ്യം കൂടി ചോദിച്ചോളൂ ശ്രീലക്ഷ്മി. ഇന്നും കുളിച്ചോ അതെങ്കിലും ചോദിക്കുക. Did you take your food in the morning? Yes. I did. Okay, very good. Okay, Rashmi. Yes, നമ്മൾ ഉത്തരം പറയാൻ മാത്രമല്ല നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ എപ്പോഴും നമ്മുടെ നല്ല രസകരമായ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് എപ്പോഴും നമ്മൾ റെഡി ആയിരിക്കണം. ഓക്കെ വിനിലക്സ്, ഓക്കെ ശ്രീലക്ഷ്മി, both of you performance was very good. ഓക്കെ വിനിലക്സ് നല്ല ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല, നല്ല അത് കളയാതെ സൂക്ഷിക്കുക. ഓക്കെ വെരി ഗുഡ്. യെസ് ഓക്കെ യെസ് അഫ്ല ഷെലി. അഫ്ല. യെസ് സർ. ഓക്കെ അഫ്ലയാണ് ഈ 5 ചോദ്യങ്ങൾ ഡിജി വെച്ച് ചോദിക്കേണ്ടത്. അഫ്ലക്ക് ഇഷ്ടമുള്ള ആളാണെങ്കിൽ ആര് വേണം? അഫ്ലയുടെ ചോദ്യങ്ങളിൽ തടുക്കാൻ പറ്റിയ ഒരാളില്ലാതെ അഫ്ലനെ കണ്ടുപിടിച്ചുള്ളൂ. അപ്പൊ തൻസിയ ഹോസ്പിറ്റലിലാണ്. അപ്പൊ അതുകൊണ്ട് തൻസിക്ക് ഒഴിവ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. യെസ്, അടുത്ത ആളെ വിളിച്ചു. ആഷ്ലി. യെസ് ആഷ്ലി, കുഴപ്പമില്ല. ആഷ്ലി ഓക്കെ. അപ്പോ അഫ്ല ചോദിച്ചോളൂ. ആഷ്ലി ഈസ് റെഡി. Did you going anywhere today, Ashley? No. I did not go. I did not went anywhere today. Okay. Did you go near somebody? Okay, correct. Further. Did you understand whole online classes? Yes. Okay. Did you go for outing in holidays? No. Sentence I did not go for outing. I went for outing. Okay. Let me remember. Yes, something you know. Okay. Yes. Did you cook food today? Kedla. Did you cook food today? Yes. I cooked. I cooked.
I cook today morning Food. itself. I Yes. cook food Also, today morning. very good. രാവിലെ എല്ലാ പരിപാടിയൊക്കെ. Yes, very good actually. Okay. ഇനി after. And did you eat? Did you eat food? Yes. Yes, I eat breakfast. Yes. Okay. അപ്പൊ ഇനി ചോദ്യങ്ങൾ ഇനി അഫ്ലയുടെ കയ്യിലേക്ക് ചോദിച്ചോട്ടോ. ആക്ച്വലി ഒരു 5 ചോദ്യങ്ങൾ അഫ്ലയോട് ചോദിച്ചില്ലെങ്കിൽ അഫ്ലക്ക് അത് വിഷമമായിട്ട് മാറും. ഞാൻ ചോദിച്ചിട്ട് എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ എന്നൊരു വിഷമം അഫ്ലയുടെ മനസ്സിൽ നമ്മൾ സൃഷ്ടിക്കാൻ പാടില്ല. യെസ്, പറഞ്ഞു. Did you take your breakfast today? Yes, I am. Yes. Did you know which is our group admin? I think Husna. Yes. Did you sing a song? Did you sing mean now or? Now. അപ്പൊ അത് തന്നെ ഒന്നുകൂടി ചോദിക്കണേ. Can you sing? അത് അങ്ങനെ ആയിരിക്കും ആശയുടെ ചോദ്യം. Can you sing? കഴിയോ? ക്യാനും കൂട്ടൊക്കെ നമുക്ക് പറയാട്ടെ. അത് കുറച്ചാൽ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ. യെസ്. ഇപ്പൊ ഡിഗ്രി വെച്ച് മാത്രമാണ് നമ്മൾ ചോദിച്ചത്. ക്യാനും കൂട്ടൊക്കെ ഇതേ ചോദ്യം തന്നെ ആക്ച്വലി ക്യാൻ വെച്ചാണെങ്കിൽ നന്നായിട്ട് ചോദിക്കും. Can you sing a song? അപ്പൊ യെസ് ഐ ക്യാൻ. നോ ഐ കാൺട്ട്. രണ്ട് ആൻസർ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇപ്പൊ അത് ആക്ച്വലി ക്യാൻ വെച്ചാണ് ചോദിച്ചത് വിചാരിച്ചു. Can you sing a song? അഫ്ല പറഞ്ഞോളൂ. No sir, now I am not ready. Now I am not ready. Yes, okay. അപ്പൊ അതിനകത്ത് ഇതുണ്ട്. Now I am not ready, but I will sing. അല്ലേ? Yes. Okay, അഫ്ല. ചോദിച്ചോളൂ ആക്ച്വലി ചോദിച്ചോളൂ. Did you study yesterday's class, Miss? Once more. Did you study yesterday's class? No. I have some works in home. Yes. എന്തെങ്കിലും ആക്ച്വലി കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ? സ്റ്റോക്ക് തീർന്നോ? ഓക്കെ ആക്ച്വലി. ഓക്കെ അഫ്ല, വെരി ഗുഡ് ബോത്ത് ഓഫ് യു. ഇത് പറഞ്ഞതിൽ തെറ്റ് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. പറഞ്ഞില്ലേ, അത് മതി. അപ്പൊ ഡിഗ്രി വെച്ച് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് റെഡിയാക്കാൻ പറ്റി. മകനൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോൾ അവനോട് ഡിഗ്രി വെച്ച് അന്ന് സ്കൂളിൽ നടന്ന എന്തെങ്കിലും ഡിഡ് യു പ്ലേ, നീ കളിച്ചോ? ഡിഡ് യു ടേക്ക് ഫുഡ്, ഭക്ഷണം കഴിച്ചോ? ഡിഡ് യു കോളർ വിത്ത് എനിബഡി, നീ ആരെങ്കിലുമായിട്ട് വഴക്കിട്ടോ? എന്താ അങ്ങനെ ഡിഗ്രി വെച്ച് അവനോട് നമുക്ക് ചോദിക്കാം കുറച്ച് ചോദ്യങ്ങൾ. യെസ്, ഓക്കെ. യെസ്. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭക്ഷണം തീർന്നോ, കഴിച്ചു കഴിഞ്ഞോ? യെസ്, ഓക്കെ. യെസ്. ഈ അടുത്ത ഒരു 5 ചോദ്യം ചോദിക്കാനായിട്ടുള്ള ധൈര്യമുള്ളത്. ഞാനിപ്പോ ആൽഫയെ വിളിച്ചതാണ്, അഫ്ലയെ വിളിച്ചതാണ്. ഞാൻ വിളിക്കുന്നില്ല ആരെങ്കിലും ഒരാള്. ഞാൻ ചോദിക്കാം 5 ചോദ്യം എന്ന് പറയുന്നത്. ഐ വിൽ ആസ്ക് 5 questions starting with digit. ഹലോ, വെച്ചിട്ട് ചോദിക്കുമ്പോഴും ഒരേ മീനിങ് തന്നെയാണോ? ഏതായിരിക്കും പിടികിട്ടിയില്ല, ഒന്ന് ചോദിച്ചേ. വെച്ചിട്ട് നമ്മള് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആണോ വരിക? പൂ വെച്ചിട്ടാണ്. ഡു യു നോ കഴിഞ്ഞാൽ ഓക്കെ. അതിന്റെ അത് വേറൊരു പ്രത്യേകതയുണ്ട്. ഓക്കെ. അത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ അത് സ്ഥിരമായിട്ട് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോന്നാണ്. ഡു യു ലവ് മീ, ഡു യു ലൈക്ക് ഇറ്റ്, ഡു യു യൂസ് ഇറ്റ്, ഇത് ഉപയോഗിക്കാറുണ്ടോ, ഇഷ്ടപ്പെടാറുണ്ടോ? അല്ല, അങ്ങനെയാണ്. ഡിഡ് വരുമ്പോ ഇഷ്ടപ്പെട്ടോ എന്നാണ്. ഡു ഡിഡ് തമ്മിലുള്ള വ്യത്യാസമാണ്. ഡു വരുമ്പോ ഇഷ്ടപ്പെടാറുണ്ടോ, പ്രസന്റ് ഹാബിറ്റ്, അതായത് സ്ഥിരം അത് ഉണ്ടോ. പിന്നെ ഒരു എക്സാമ്പിൾ പറയാം. ആയിഷയോട് ഞാൻ ചോദിക്കും ഡു യു ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ ചിപ്പി, നിങ്ങൾ ചായ കുടിക്കാറുണ്ടോ എന്നാണ്. ചായ കുടിക്കാറുണ്ടോ,
അത് ഒരു നിങ്ങളുടെ സ്വഭാവമാണ് ചോദിക്കുന്നത്. ആ ഡു എന്നുള്ളൊരു പകരം ഞാൻ അവിടെ ഡിഡ് പറയുന്നു. ഡിഡ് യു ഡ്രിങ്ക് ടീ എന്നാണ് ചോദിക്കും. അപ്പൊ എന്താണ്? നിങ്ങൾ ചായ കുടിച്ചോ? നിങ്ങൾ ചായ കുടിക്കുന്ന സ്വഭാവം ഉണ്ടോ എന്നല്ല, ഇന്ന് ചായ കുടിച്ചോ? ഡിഡ് യു ഡ്രിങ്ക് ടീ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് പതിവിനെ സൂചിപ്പിക്കുന്നത്, മറ്റത് കഴിഞ്ഞു പോയ സംഭവത്തെ സൂചിപ്പിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, നിമ്മി ജോസ് റെഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിമ്മി, കമോൺ. Good morning, sir. യെസ്, ഗുഡ് മോർണിംഗ്. ഓക്കെ 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 ഓക്കെ. യെസ്, നിമ്മി ജോസ് റെഡിയാണ്. അപ്പൊ നിമ്മിക്ക് ആരെ വേണം ഇതിൽ നിന്ന്? ഇഷ്ടമുള്ള ആളെ സെലക്ട് ചെയ്തോളൂ. ഞാൻ ഇനി ഒരാളെ സെലക്ട് ചെയ്യാനില്ല. പണ്ട് കാലത്തെ ഒരു SSLC ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് ഇവിടെ എറണാകുളത്തൊരു സ്ഥാപനത്തിലാണ് ഈ ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പെൺകുട്ടികളിൽ നിന്ന് ഒരാളെ എഴുന്നേൽപ്പിച്ചത്, ആൺകുട്ടികളിൽ നിന്ന് ഒരാളെ എഴുന്നേൽപ്പിച്ചത്. എന്നിട്ട് അവിടുത്തെ ഡയറക്ടർ അദ്ദേഹം പറയും യെസ്, ഇനി ഇംഗ്ലീഷിൽ സംസാരിച്ചു എന്ന് ചോദിക്കും. അപ്പോ ആദ്യം ചോദിക്കുന്ന ചോദ്യം വാട്ട് ഈസ് യുവർ നെയിം. അപ്പൊ പേര് പറയും. തിരിച്ച് ഇങ്ങോട്ട് വാട്ട് ഈസ് യുവർ നെയിം ചോദിക്കും. പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഉണ്ടാവില്ല. അത് ആദ്യത്തെ കുറച്ച് ദിവസം ഉണ്ടായുള്ളൂ ആ ബുദ്ധിമുട്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ ചോദ്യങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരും ചോദ്യങ്ങൾ. യെസ്, ഇത് റെഡിയാവും ഇതൊക്കെ. യെസ്, ഓക്കെ. അപ്പൊ നിമ്മിക്ക് വേണ്ട ഒരു പാർട്ട്ണർ വേണമില്ലായിരുന്നു. യെസ്, ആരെ വേണമെന്ന് പറഞ്ഞോളൂ. Shruti. ശ്രുതി. ശ്രുതി എവിടെ? ശ്രുതി SMS. ഓക്കെ, ശ്രുതി വരുന്നുണ്ട്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, അതൊരു വെയിറ്റ് ആയിട്ട് കണക്കാക്കാം. ഇത്രയും പേരുണ്ടായിട്ട് നിമ്മി എന്നെ വിളിച്ചു. യെസ്. അല്ല, ശ്രുതി ആദ്യം ഞാൻ ചോദിക്കാന്ന് പറഞ്ഞ അവിടെ മെസ്സേജ് ഇട്ടേക്കണ കണ്ടു. അപ്പൊ ഞാൻ ശ്രുതിനെ വിളിച്ചേ. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, അതൊന്നും ടെൻഷൻ അടിക്കണ്ട. ശ്രുതി മനസ്സിലായി, 5 ചോദ്യം മനസ്സിലാക്കി കേട്ടോ. യെസ്, നിമ്മി സ്റ്റാർട്ട് ചെയ്തു. Did you come early in online class? Yes, Yes. I come early. Did you Okay. Continue. did you eat breakfast? Yes, I ate breakfast 8 o'clock in the morning. Very good. Did it rain last night? Yes, last night few rains were here. Okay. Did you sleep well last night? Very good. Yes, I sleep last night. Did you have a nice weekend? Sorry, Nimi, once more. Did you have a nice weekend? Yes, I have nice weekend last Yes. time. Did you see your best friend yesterday? No. Yes, നിമ്മി കഴിഞ്ഞോ? ചോദ്യം കഴിഞ്ഞു. ഓക്കെ. ശ്രുതി, നിമ്മിയോട് ചോദിച്ചോളൂ. ഇപ്പൊ നേരത്തെ നന്നായിട്ട് ഉറങ്ങിയോ എന്ന് ചോദിച്ചു. തിരിച്ചു വേണ്ടി കൂടെ സ്വപ്നം കണ്ടോ എന്ന് ചോദിച്ചോളൂ. യെസ്, ഇന്നലെ ഒരു സ്വപ്നം കണ്ടോ എന്ന് ചോദിച്ചോളൂ. ഞാൻ വെറുതെ ഒരു സജഷൻ പറയുന്നതാണ്. ശ്രുതിയുടെ ഭാവന അനുസരിച്ച് ചോദിച്ചോളൂ. Did you complete your mock test yesterday? Yes, I complete mock test yesterday. Yes. Did you water the plants yesterday? No, because it was raining. Yes. Okay. പറവൂർ ഭാഗത്തൊക്കെ നല്ല മഴയായിരുന്നു. Yes, പറഞ്ഞോളൂ. Did you cook lunch? Yes, I prepare lunch for before the online class. Did you take a bath? Yes, I take bath. അപ്പൊ എന്നെ പാസ് I took a bath. Okay. I took bath. ഇതിനെ വെച്ച് ചോദിക്കും. ഉത്തരം പറയുമ്പോ okay. I took my bath. Okay. Just. Did you dream yesterday night sleep? No, I don't dream yesterday night. Yes. Okay, so thank ഈ you. കഴിഞ്ഞ ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ എല്ലാവരും ചോദിച്ചോട്ടോ, സന്ദർഭോചിതമായിട്ട്. ഞാനിപ്പോ ഡിഗ്രി പറഞ്ഞത് ഒരു തുടക്കം കിട്ടാൻ വേണ്ടിയിട്ട് ടെൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അത്
ഡിഡ് എല്ലാം ചോദിച്ചിട്ട് ചിലപ്പോൾ അതിന്റെ ആൻസർ പറയുമ്പോൾ അതിന് ചോദിക്കാൻ പറ്റിയ ചിലപ്പോൾ ഡിഡ് അല്ലാതെ ചോദിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ വേണമെങ്കിൽ അടുത്ത ചോദ്യം ശ്രുതിക്ക് ചോദിക്കാൻ സ്വപ്നം കാണാറുണ്ടോ? അപ്പൊ ഡൂ അല്ല. അവിടെ നേരത്തെ ആശിരി പറഞ്ഞ ഡു യു ഡ്രീം, നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ എന്ന് ചോദിക്കാം. യെസ്. അപ്പൊ കയ്യിലിട്ടോ ഇടയ്ക്കൊക്കെ കയ്യിൽ ചേർത്തോ, അത് കുഴപ്പമില്ല. ഡിഡ് വെക്കുക, ഇടയ്ക്ക് കയ്യിൽ വേണമെങ്കിൽ ചേർത്തോളൂ. യെസ്. ചോദിച്ചേ ഡു യു ഡ്രീം എന്ന് ചോദിച്ചേ. ചോദിക്കൂ, ഡു യു ഡ്രീം, നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ? Do you dream? Yes. Yes, sometimes. ഇനി അത് ഒരു ഉത്തരം കിട്ടിയില്ലേ? ആ ഉത്തരത്തിൽ നിന്ന് നമ്മൾ അടുത്ത ചോദ്യം ഉണ്ടാകണേ. സംടൈംസ്. ഇനി അപ്പൊ നമുക്ക് എന്ത് ചോദിക്കാം? എങ്ങനെയുള്ള സ്വപ്നമാണ് കാണുന്നത്? ഹൊറർ അല്ലെങ്കിൽ കോമഡി, അങ്ങനെ അങ്ങനെ അത് കയ്യിന്നിട്. ഒരു ഉത്തരത്തിൽ നിന്ന് നമ്മൾ അടുത്ത ചോദ്യം സൃഷ്ടിക്കേണ്ടത്. യെസ്. അത് ചോദിച്ചേ. What type of? What type of? I dream like go to a, dream like something to പറഞ്ഞാൽ സമയം എടുത്ത് ആലോചിച്ച് പറഞ്ഞാൽ മതി. ടെൻഷൻ അടിക്കില്ല, ഫ്രീ ആയിട്ടാണ് പറഞ്ഞാൽ മതി. പറ്റും. യൂഷ്വലി ഐ ഡ്രീം, പതിവായി ഞാൻ സ്വപ്നം കാണുന്നത്. ഇനി എന്താണ് ആ സംഭവം പറയാം? like like Jane. എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? എവിടെയെങ്കിലും പോകണതായിട്ട് സ്വപ്നം കാണും, വല്ല ബീച്ചിൽ ടൂറോ. അപ്പൊ അത് പറഞ്ഞാൽ മതി. യൂഷ്വലി ഐ ഡ്രീം going somewhere and returning from somewhere. Okay. Yes. ഇനി വേണമെങ്കിൽ ശ്രുതി ഒരു ചോദ്യം ചോദിക്കാം. ലേറ്റ് മോർണിംഗിൽ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്ന് പറയുന്നത് ശരിയാണെന്ന് ചോദിക്കും. ശരിയാക്കാൻ പറ്റും. ലേറ്റ് മോർണിംഗിൽ കാണുന്നത്, അതായത് വളരെ നേരം വെളുപ്പിട്ടാവുമ്പോൾ നമ്മൾ സ്വപ്നം കണ്ടത് അത് സംഭവിക്കുമെന്ന് പറയുന്നതിന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. Did you believe in a late morning dreams? തെറ്റിക്കോട്ടെ, ചോദിച്ചോ. Yes, of course. ട്രൂ, TRUE, ട്രൂ. Yes, of course. ഓക്കെ. അപ്പൊ ശ്രുതി അത് ചോദിച്ചിട്ട് വിചാരിക്കുക. ഇനി പിന്നെ ആൻസർ പറഞ്ഞു. Yes, of course. ഓക്കെ. ശ്രുതി ഓക്കെ. നിമി വെരി ഗുഡ്. എപ്പോഴും ഉണ്ടല്ലോ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നിന്ന് നമ്മൾ അടുത്ത ചോദ്യം ഡെവലപ്പ് ചെയ്യണം. യെസ്. വാട്ട് ഈസ് യുവർ ഹോബി ചോദിക്കുമ്പോൾ റീഡിംഗ് എന്ന് പറയും. ഉടനെ അടുത്ത ചോദ്യം ചോദിക്കുക. വിച്ച് ടൈപ്പ് ഓഫ് ബുക്സ് യു റീഡ് അല്ല. അപ്പൊ ബുക്കിന്റെ പേര് പറയുന്നു. അപ്പൊ ആ ബുക്കിന്റെ അകത്തുള്ള റിസൾട്ട് ചോദിക്കുക. എപ്പോഴും അതിന് ഈ പത്രപ്രവർത്തകരുടെ ചോദ്യം കണ്ടില്ലേ, ഒരു ഒറ്റ ചോദ്യം അവര് ഈ പ്രധാനപ്പെട്ട ആളോട് ചോദിക്കുള്ളൂ. ആ ഒരു ഒറ്റ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നിന്ന് അവരെ അങ്ങനെ പിടിച്ചു കയറും. അവസാനം ചിലപ്പോ ഇന്റർവ്യൂവിൽ ആള് ഉത്തരം പറയാൻ പറ്റാതെ അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഈ പത്രപ്രവർത്തകർ ചോദിക്കുന്നത് ജേർണലിസം പഠിച്ച കുട്ടികളുടെ രസകരമായിട്ടുള്ളതും കണ്ടിങ് ആയിട്ടുള്ളതും വളരെ കോൺട്രവേഴ്സ്യൽ ആവാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഈ അടുത്ത കാലത്ത് YB ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ഒരു സുപ്രീം കോടതി ജഡ്ജി, നമ്മുടെ ഇന്ത്യക്കാരനെ സുപ്രീം കോടതി ജഡ്ജിയെ ഒരു BBC-യുടെ ഒരു പത്രപ്രവർത്തകർ ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ വാർത്ത വന്നിരുന്നു. പുള്ളി 2-3 ചോദ്യങ്ങളെ ചോദിച്ചോളൂ. അവസാനം അതിന് ജഡ്ജിക്ക് മറുപടി പറയാൻ പറ്റിയില്ല. ആ രീതിയിൽ പുള്ളി നല്ല കണ്ണിങ് ആയിട്ടൊരു ചോദ്യങ്ങൾ ചോദിച്ചു. യെസ്, അത് നമ്മുടെ കഴിവാണ്. ഒരു ഉത്തരത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ചോദ്യം ബിൽഡപ്പ് ചെയ്യണം. യെസ്, അത് നിങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, നിങ്ങൾ വേറെ ആരെങ്കിലോട്ടൊക്കെ തന്നെ പിടിക്കുമ്പോ അവരുടെ ആ പറയുന്നതിൽ നിന്നല്ലേ നിങ്ങൾ അടുത്ത ചോദ്യം ഉണ്ടാക്കണേ. യെസ്, അതിൽ നിന്ന് നമ്മൾ ഒരു അങ്ങനെയാണ്, അന്ന് ഞാനത് ചോദിക്കും, ഇത് തന്നെ സംഗതി. യെസ്, അപ്പൊ ഇവിടെ നമ്മൾ രസകരമായിട്ട് ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ,
അപ്പൊ നിമ്മി പറഞ്ഞു, ഇനി അടുത്ത് ഒരാളും കൂടി നേരത്തെ പറഞ്ഞിരുന്നില്ല, ഞാൻ ചോദിക്കാൻ ആരായിരുന്നു? യെസ്, 5 ചോദ്യങ്ങൾ ഞാൻ അടുത്ത് ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ആതിര പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആതിര കൃഷ്ണൻ പറഞ്ഞോളൂ. ആതിര കമ്മ. ആതിര ഓക്കെ. ആതിരക്ക് ആര് വേണം? ആതിരക്ക് ആര് വേണം? ക്ലിയർ ആയില്ല. ആരാണ് ഉദ്ദേശിച്ചത്? ചിപ്പി. യെസ് 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 യെസ്. ചിപ്പി രാജൻ. യെസ്. ഓക്കെ ഓക്കെ. Good morning, sir. യെസ്, ഗുഡ് മോർണിംഗ്. യെസ്, ആതിര ചിപ്പിയോട് ചോദിച്ചോളൂ. അപ്പൊ ചിപ്പി, യു ആൾസോ? ഓക്കെ, നൂർഷില. അതിലേക്ക് നൂർഷിലേക്ക് വന്നേക്കാം. ഹലോ, ആതിര ചോദിച്ചോളൂ. ആതിര ചോദിച്ചോളൂ. ചിപ്പിയോട് ചോദിച്ചോളൂ. do you like chicken curry? Yes, I like chicken curry. Yes, did you like chicken curry? Yes, okay, very good, very good. Yes. How to make chicken curry? Can you repeat the question? Do you know how to make chicken curry? Yes, I know how to make chicken curry. Yes. Did you like to watch the movies? Yes, I am interested in movies. What you see the latest movie? I saw Emburan last week. Did you like it? Yes, I loved it. Did you like Mohanlal? I am a Mohanlal fan. I am also a Mohanlal fan. Happy to hear that. Did you drink tea? No, I don't like tea. I prefer coffee. Okay. Without milk coffee or with milk coffee? Without milk. Did you use any cosmetic items regularly? I don't use any cosmetic items. Don't you like that? I am allergic to that. Oh, that is the reason. Yes. Yes. Okay, ഇനി ഞാൻ ചോദിക്കാലോ അല്ലേ? ചോദിക്കാം. അപ്പൊ അതില ഇനി ആദ്യം ചോദിക്കുമ്പോഴേ ഇപ്പൊ എങ്ങനെയാണോ മൊബൈൽ പിടിച്ചത് അതിന് വ്യത്യസ്തം പിടിക്കണം. കാരണം വെച്ചാൽ പദർച്ച ക്ലിയർ ആയിട്ടുണ്ട്. ഒരു ചേഞ്ച് അടുത്ത വർഷം വരുമ്പോൾ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ചിപ്പി കണ്ടിന്യൂ. അല്ലേ, ഒരു പദർച്ച വരുന്നുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ചിപ്പി കണ്ടിന്യൂ ചെയ്തു. Adira, did you clean your room today? No. Okay. Okay, did you drink enough water? Yes, I drink. Did you go for walks? No, I don't go walking. Okay. Did you know anyone in our class personally? Yes, very good. Anshi, her house is nearest to me. Okay. Completed, Chippy? Did you buy the study materials and guide? No, Chippy. I don't buy. Okay, sir. That's all, sir. Very good, Chippy. Very good. Okay. Chippy, ചോദ്യങ്ങളൊക്കെ രസകരമായിരുന്നു. ഓക്കെ, അതിലേക്ക് യുവർ questions were also very good. Okay. വെറൈറ്റി പിടിച്ചത്. ഓക്കെ. യെസ്, ഇനി ന്യൂഷില വാഹനത്തിലാണെന്ന് തോന്നുന്നു. ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. യെസ്, രസകരമായിട്ടുള്ള ചോദ്യങ്ങൾ ഇനി ചോദിക്കുന്നത് ആരാണ്?
യെസ്. ഹു ഈസ്? ശരണ്യ. Yes, sir. ഓക്കെ ഓക്കെ. ശരണ്യൊക്കെ ഇല്ലേ നമ്മളന്ന് ഒരു ഒബ്സർവറായിട്ട് നിന്ന ആള്? Adu. Yes, sir. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ടീച്ചർമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് യു ആർ എ ഗ്രേറ്റ് ഒബ്സർവർ. യെസ്. ഓക്കെ Thank ഓക്കെ. ശരണ്യ ഒരു 5 ചോദ്യം ചോദിക്കുക. ചോദിക്കാൻ പറ്റിയ ഒരാളെ ശരണ്യനെ കണ്ടുപിടിക്കുക. യെസ്. ആര് വേണം ശരണ്യക്ക്? Gayatri. ഗായത്രി. ഗായത്രി. യെസ്. ഗായത്രി. ഗായത്രി ഇല്ല. ഗായത്രി നേരത്തെ ഇവിടെ കണ്ടതായിരുന്നല്ലോ. ഗായത്രി ഈസ് നോട്ട് പ്രസന്റ്. യെസ്. വരുമായിരിക്കും അല്പസമയം കഴിയുമ്പോൾ. ഓക്കെ. അടുത്തൊരാളെ പറഞ്ഞോളൂ. Aparna Venugopal. ഓക്കെ ഓക്കെ. അപ്പൊ അപർണ ആലുവ. യെസ്. പറഞ്ഞു വിളിക്കാം. ലൂഷിയിലെ ബസ്സിലാണ്, അപ്പൊ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ലൂഷിലെ വന്നത്. ഗായത്രി വന്നിട്ട്. യെസ്. അപ്പൊ നമുക്ക് അപർണ, ആർ യു റെഡി? അപർണ. ഹലോ. ഓക്കെ ഓക്കെ. അപർണ ഈസ് റെഡി. അപർണ ഈസ് റെഡി. അപ്പൊ ഓക്കെ. ശരണ്യ വിൽ ആസ്ക് യു 5 ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞതിന് ശേഷം അപർണ ശരണ്യയോടും ഒരു 5 ചോദ്യങ്ങൾ ചോദിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ. ശരണ്യ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. സ്റ്റാർട്ട് ചെയ്തു. Did you attend all mock post in first module? No. Which question is not attended? I am sorry. സാർ ഞാൻ കുറച്ച് തിരക്കിലാണ്. അത് നമുക്ക് ഗായത്രിനെ വിളിക്കാം. ഗായത്രി എവിടെ? ഗായത്രി. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അപർണയ്ക്ക് ബിസി ആണെങ്കിൽ കുഴപ്പമില്ല. നോ പ്രോബ്ലം. അവസരം തരാം. ഓക്കെ. വേറെ ആർക്കെങ്കിലും ധൈര്യമായിട്ട് ഞാൻ പറയാം ആൻസർ എന്ന് പറഞ്ഞ് വരാവുന്ന ആരാണ്? യെസ്. നിഷിത. നിഷിത, ആർ യു റെഡി? നിഷിത എ ബി. യെസ്. Ginny PG, are you ready? Ginny. Yes. Vignesh. Ginny ready and Ginny. Good morning, sir. Yes, good morning, good morning. അപ്പൊ നമ്മുടെ ശരണ്യ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയാം കേട്ടോ. ഓക്കെ. ഓക്കെ. ചോദിച്ചോളൂ. അപ്പൊ ജിനി പി ജി മറുപടി പറയുന്നു. ഓക്കെ ജിനി. ശരണ്യ സ്റ്റാർട്ട് ചെയ്തോളൂ. Did you like music? Yes, I like music. Which type of music you like? Very good question. Okay, okay. പറഞ്ഞോളൂ ജിനി. I like melody songs. Melody songs. അതീന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പറഞ്ഞ ഐ ലൈക്ക് മെലഡി സോങ്. ഇനി ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു മെലഡി സോങ് ജിനിയുടെ ഏതാണ്? What your favorite melody song? I have I like many melody songs. അത് നമ്മൾ പറഞ്ഞു നിർത്തി. നമ്മളത് പറയാം ഐ ലൈക്ക് മെനി മെലഡി സോങ്സ്. അപ്പൊ നമ്മൾ അതിന്റെ ഇടക്ക് നമ്മൾ ആലോചിക്കുന്നുണ്ട് ഒരെണ്ണം പറയാൻ പറ്റുമോ? യെസ്. വൺ ഓഫ് ദ മീൻസ് ഇതിന് വേണമെങ്കിൽ ഒരെണ്ണത്തിന് പേര് പറയാം. യെസ്. ഇപ്പൊ പെട്ടെന്ന് എനിക്ക് എല്ലാ ധാരാളം മെലഡി സോങ്സ് ഇഷ്ടമാണ്. അങ്ങനെ ഒന്ന് പറഞ്ഞാൽ ഐ ലൈക്ക് എനി മെലഡി മെലഡി സോങ്സ്. ഓക്കെ ഓക്കെ മതി, അത്രയും മതി. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് അതിൽ നിന്നൊരു ചോദ്യം ചോദിക്കാൻ പറ്റുമല്ലോ. ഈ സോങ് ഇഷ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞു, അതിനോടൊപ്പം തന്നെ ശരിക്കും ചോദിക്കാം മെലോഡിയസ് ആയിട്ടുള്ള ഒരു സിംഗർ ആരാണെന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടത്? Which singer? അങ്ങനെയല്ലേ സാറേ?
Who is your favorite singer? Who is your favorite singer? I like Chitra Chechi songs. Chitra Yes. Chechi. I have. Okay, okay. And Chitra. I Nushila correct. Okay, okay. പറഞ്ഞോളൂ ശരണ്യ പറഞ്ഞോളൂ. Did you attend all mock postings in first module? I am not attended first classes. I miss you. I have Yes. Okay. no classes. Did you cook yesterday, Mandi? No. No, I like vegetables. Okay, okay, okay. ഇനി ഇങ്ങോട്ട് ചോദിച്ചോട്ടെ. Okay, okay. Okay, 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 okay. നമുക്ക് അടുത്തോട്ട് കിടക്കാമോ പറഞ്ഞ? Okay, okay. അപ്പൊ ജിനി രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ശരണ്യോട് ചോദിച്ചേ. Did you miss your school life? Yes, I am. Did you eat fast food breakfast? Yes, today I eat breakfast. Did you attended online class regularly? Yes, I am. Did you see the latest movie? No. I think last I watched this film is Manyamal Boys. Manyamal Boys. Yes. Okay. ഓക്കെ, വെരി ഗുഡ് ജിനി. ജിനി നന്നായിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഞാൻ ഉത്തരം പറയാനായിട്ട് ഇനി ഒരു സമയം എടുത്തപ്പോൾ ചോദ്യം ഇസ് വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ. കഴിവ് ജിനിക്കുണ്ടല്ലോ, പിന്നെ പഠിക്കുന്നത്. ഓക്കെ, ഓക്കെ. ജിനി കീപ് ഇറ്റ് അപ്പ്. നന്നായിട്ടുണ്ട്. ശരണ്യ, ഓക്കെ, ഐ അപ്രീഷിയേറ്റ് യു. ഓക്കെ, 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 ഓക്കെ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പോ ഇത് ഡിഗ്രി വെച്ചുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചത്. ഡിഗ്രി വെച്ച് നമ്മൾ ഞാൻ ഇന്ന് പറയാലോ, റെഡിയാണെങ്കിൽ പറഞ്ഞോളൂ. ഡിഗ്രി വെച്ചുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചത്. ഡിഗ്രി വെച്ച് നമ്മൾ പറയുന്നത് കഴിഞ്ഞോ, പോയോ, വന്നോ, എടുത്തോ, അതുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിന് നമുക്ക് യെസ് എന്ന രീതിയിൽ, നോ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് മറുപടി പറയാം. ഇതുവരെ നമ്മൾ രണ്ട് ടെൻസുകളെ കുറിച്ചാണ് പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ് എന്താണ്, സിമ്പിൾ പാസ്റ്റ് എന്താണ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസും, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസും. അപ്പൊ ഇതൊക്കെ ഞാൻ നോട്ടും PDF പോലെ ഞാൻ എഴുതി തന്നേക്കാം. അപ്പൊ നിങ്ങൾക്ക് എഴുതി എടുത്താൽ മതി. ഓക്കെ. അപ്പൊ ഞാൻ ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ആം ഗോയിങ് ടു ആസ്ക് യു ദ നെയിം ഓഫ് ദി യങ് വൺസ്. ഓരോ കുട്ടികൾ, ഓരോ ജീവികൾ, ആ ജീവികളുടെ കുഞ്ഞുങ്ങളെ പറയുന്ന പേരെന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. യങ് വൺസ്, ദ യങ് വൺ എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ കുട്ടികളെ പറയുന്ന പേര്. വെരി സിമ്പിൾ ആണ്, വെരി സിമ്പിൾ. ഓക്കെ. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം പറയാം. ആദ്യത്തെ ഉത്തരം പറയുന്ന 3 പേരെ ഞാൻ പരിഗണിക്കുന്നതാണ്. ആദ്യത്തെ ഏറ്റവും സിമ്പിൾ ആയ ചോദ്യം ചോദിക്കാം. ദ യങ് വൺ ഓഫ് ഡോഗ്. ദ യങ് വൺ ഓഫ് ഡോഗ്. പപ്പി അല്ലേ? ഓക്കെ, ഓക്കെ. ചിപ്പി, നിമിഷ, ആതിര. ചിപ്പി, നിമിഷ, ആതിര. പിന്നെ വിഘ്നേഷൻ ചോദിച്ചു, പറഞ്ഞു. അപ്പൊ വിഘ്നേഷിനെ ഞാൻ പെടുത്തിയിട്ടുണ്ട് കേട്ടോ. യെസ്, ഓക്കെ, 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 ഓക്കെ. ആൻസർ ഈസ് പപ്പി. ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിച്ചതാണ്, നിങ്ങൾക്കറിയാം, മിക്കവർക്കും അറിയാമത്. ഓക്കെ, ഓക്കെ, ഓക്കെ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാം യങ് വൺസ് ഉണ്ട്. യങ് വൺസ്. യെസ്. ദ യങ് വൺ ഓഫ് കൗ.
COW, cow. Bini, Alex, Chippy, Ansu. Bini, Alex, Chippy, and Ansu. Okay, correct. Okay, Sanu, Nushida, Nursila, Abarna, Ashley, correct. Correct. Okay, okay. Cup, CL, cup. அடுத்தது the young one of tiger. The young one of tiger. Chippy, Nimisha, Nimi. Chippy, Nimisha, and Nimi. Okay. ബാക്കിയുള്ളവർ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ആക്ച്വലി സാനും കറക്റ്റ് തന്നെയാണ്. The young one is cup, CUB, cup. Next question. Okay, Nurshila, correct. The young one of kangaroo. The young one of kangaroo. Ansu, Chippy, Abarna. Ansu Chippy and Abarna. Abarna adivayittaan alle. Abarna. Okay, correct answer aanu. Abarna. Okay. Yes. Very good. JOEY aanu. JOEY. Yes. That's very simple aanu. The young one of hen. 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 Sudhi, Bini, Tansia. Sudhi, Bini Alex, and Tansia. Correct. Chick. Okay. The young one of rabbit. The young one of rabbit. Ansu, Ginny, Tansia. Ansu, Ginny, and Tansia. Okay. Bunny. Yes. Okay. Correct answer. Next question. The young one of duck. DUCK. The young one of duck. Chippy, Ansu, Nimi. Chippy, Ansu, and Nimi. Correct answer. Duckling. DUCK. And LING. Duckling. Okay. Duck. Very good answer. Okay, Vignesh. Okay, Sharanya. Okay, Anusui. Correct answer. Very good. Another. The young ones of sheep. 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 Adira, Chippy, Sudhi. Adira, Chippy, and Sudhi. Sudhi Sudhi. Okay. Correct. Okay, Nurshila. Okay, Dini. Okay, Nimisha. Okay, Ashley. Okay, Vignesh. Correct. Lamp. LAMP. Yes. Another. The young ones of donkey. 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 Nimmi, Bini, Alex, Sudhi. Nimmi നേരത്തെ വന്നിട്ടുണ്ട്. Nimmi, Sudhi, Alex. Sudhi നേരത്തെ വന്നതല്ലേ? Sudhi, പിന്നെ ആരാണ്? Nimmi, Sudhi. ഒരാളുടെ പേരും കൂടി ഞാൻ പറഞ്ഞല്ലേ? ചിപ്പി ആണല്ലേ? ബിനിയാണ് പറഞ്ഞത്. ബിനി. എന്റെ പേര് പറഞ്ഞ ബിനി അലക്സ് അല്ലേ? ഓക്കെ ശരി. ഓക്കെ,
അതായത് FOAL ഫോൾ, അതാണ് കറക്റ്റ് സ്പെല്ലിംഗ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അത് വിട്ടുകളഞ്ഞു. യെസ്. അടുത്തത് ദ യങ് വൺ ഓഫ് ഗൂസ്, GOOSE, GOOSE. ശ്രുതി, നൂർഷില, ആൻസു. ശ്രുതി, നൂർഷില ആൻഡ് ആൻസു. ആൻസു നേരത്തെ വന്നതാണ്. ഓക്കെ 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 ഓക്കെ, ശരിയാണ്. ഗൂസ്ലി, LING കൂടി ചേർത്താൽ മതി, ഗൂസ്ലി. നെക്സ്റ്റ് ഈസ് ദ യങ് വൺ ഓഫ് പിഗ്, PIG, പിഗ്. നിമിഷ, ശ്രുതി ആൻഡ് ചിപ്പി. നിമിഷ, ശ്രുതി ആൻഡ് ചിപ്പി. ചിപ്പി നേരത്തെ വന്നതാണല്ലോ. യെസ്, ചിപ്പി. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. പിഗ്ലെറ്റ്. ഓക്കെ ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ യങ് വൺസ് ഓഫ് ഫ്രോഗ്, FROG. സുവോളജി ബോട്ടണിയൊക്കെ പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. ചിപ്പി, ആതിര, നൂർഷില. ചിപ്പി, ആതിര വന്നിട്ടില്ല അല്ലെ, നേരത്തെ വന്നിട്ടില്ല അല്ലെ. ആതിര വന്നിട്ടുണ്ടല്ല. ആതിര ആൻഡ് നൂർഷില. യെസ്, ഓക്കെ ഓക്കെ, കറക്റ്റ്. യെസ്. ടാഡ്പോൾ. യെസ്. അടുത്തത് ദ യങ് വൺസ് ഓഫ് ഡോൾഫിൻ ഓർ വെയിൽ, രണ്ട് സെയിം ആണ്. ഡോൾഫിൻ ഓർ വെയിൽ, WH. The young ones of dolphin. Bini, Chippy, Aparna. Bini, Chippy and Aparna. Correct. Yes, calf. Yes. Okay, okay, okay. Yes. அடுத்தது the young ones of lion, LION, lion. ചിപ്പി, സാനു, നിമിഷ. ചിപ്പി, സാനു നേരത്തെ വന്നിട്ടില്ല അല്ലെ. സാനു ആൻഡ് നിമിഷ. നിമ്മി വന്നിട്ടില്ല, നിമിഷയും വന്നിട്ടില്ല. നിമിഷ. ഓക്കെ 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 ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. യെസ്. അടുത്തത് ദ യങ് വൺ ഓഫ് കാറ്റ്, CAT, കാറ്റ്. വിജി റോയ്, നിമിഷ ആൻഡ് ബിനി. വിജി റോയ്, നിമിഷ നേരത്തെ വന്നതാണല്ലോ. നിമിഷ ആൻഡ് ബിനി അലക്സ് എന്നല്ല പറഞ്ഞത്, ബിനി. യെസ്, ഓക്കെ, റെഡിയാണ്. അതിന്റെ ആൻസർ റെഡിയാണ്. കിറ്റൻ ആണ്. ഓക്കെ 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 ഓക്കെ. അടുത്തത് ദ യങ് വൺസ് ഓഫ് ഗോട്ട്, GOAT, ഗോട്ട്. നിമ്മി, ആൻസു, അപർണ. നിമ്മി ജോസ്, ആൻസു ആൻഡ് അപർണ. ഓക്കെ ഓക്കെ ഓക്കെ. കിഡാണ്, കിഡ് കേട്ടാ. ചില സ്പെല്ലിംഗ് എഴുതി കഴിഞ്ഞപ്പോ ചെറിയ വ്യത്യാസം. ഓക്കെ, കീര കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, സ്പെല്ലിംഗിൽ വ്യത്യാസം വന്നതാണ്. ഓക്കെ ഓക്കെ, കറക്റ്റ് ആൻസർ ഇസ് കിഡ്. യെസ്. ഒരു ചോദ്യം കൂടി. ദി യങ് വൺ ഓഫ് camel, young one of camel. Bini, Sanu, Sudhi. Bini, Sanu നേരത്തെ വന്നതാണ്. സാന ആൻഡ് ശ്രുതി.
Okay. Last question. The young ones of elephant. The young one of elephant. Chippy, Winnie, and Nimmy. Chippy, Winnie, and Nimmy. Okay. Yes. അപ്പോൾ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. യെസ്, ഞാനിത് ചുമ്മാ നിങ്ങളുടെ അറിവിനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ആർക്കും ഉത്തരം കിട്ടാതിരുന്നില്ല, എല്ലാവർക്കും കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. ഓക്കെ. അപ്പൊ നിങ്ങളുടെ പ്രകടനം സൂപ്പർ ആയിരുന്നു. ഇതിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഓക്കെ, അപ്പൊ ഞാൻ ചിലപ്പോൾ ഇതിനകത്ത് 1-2 പോയിന്റുകളൊക്കെ ചിലപ്പോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ചേക്കുക. ഉത്തരം നിങ്ങളുടെ മാർക്ക് ചെയ്യാൻ വെറുതെ പറയാം. ബിജി റോയ് 1 പോയിന്റ്, വിഘ്നേഷ് 1 പോയിന്റ്, ജിനി 1 പോയിന്റ്, നൂഷില 2 പോയിന്റ്, സാനു 2 പോയിന്റ്, നിമിഷ 2 പോയിന്റ്, താൻസിയ 2 പോയിന്റ്, പിന്നെ അപർണ 3 പോയിന്റ്, നിമിഷക്ക് 2 അല്ലട്ടാ, നിമിഷക്ക് 5 പോയിന്റ് ഉണ്ട്. കാരണം 2 സ്ഥലത്ത് എഴുതി അറിയാണ്ട് പറഞ്ഞു പോയത്. അപ്പൊ നിമിഷക്ക് 5 ആണ്, നിമിഷ 5 ആണ്. യെസ്, ഓക്കെ. ആതിര 3 പോയിന്റ്, ആതിര 3 പോയിന്റ്. യെസ്, ഇനി നിമ്മി ജോസിന് 5 പോയിന്റ്, നിമ്മി ജോസ് 5. ശ്രുതിക്ക് 6 പോയിന്റ്. ആൻസുവിനും 6 പോയിന്റ്, ആൻസു 6 പോയിന്റ്. ബിനി അലക്സിന് 7 പോയിന്റ്, ബിനി അലക്സ് 7. ഇനി ചിപ്പിക്ക് 11 പോയിന്റ്. ചിപ്പിയാണ് ടോപ്പ്. യെസ്, അപ്പോ ബാക്കിയുള്ളവർക്ക് ഉത്തരം അറിയാം, അത് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ടൈപ്പ് ചെയ്യാനുള്ള വേഗത കുറവ് കൊണ്ട് പിന്നോട്ട് പോയ ആൾക്കാരാണ്. ബാക്കിയുള്ളവർക്ക് ഉത്തരം അറിയാവുന്ന കാര്യം. ഓക്കെ. യെസ്, നോ പ്രോബ്ലം. അപ്പൊ അത് നമുക്ക് പരിഗണിക്കാം. നിങ്ങൾക്ക് ഉത്തരം അറിയാവുന്നുള്ളത് ജസ്റ്റ് ഫോർ ഫൺ എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഇന്ന് നിങ്ങളുടെ സഹകരണം, ദാറ്റ് ഈസ് വെരി, അത് വളരെ നന്നായിരുന്നു. ഓക്കെ. ഓക്കെ നൂഷില. ഓക്കെ. അപ്പൊ നിങ്ങളുടെ സഹകരണം വളരെ രസകരമായിരുന്നു. ഇതേപോലെ നിങ്ങൾ ഒരേ അവസരങ്ങൾ വരുമ്പോൾ മാറി നിൽക്കുക. ഇത് മാത്രമല്ല, ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും അത് തന്നെ ചെയ്യുക. അത് തന്നെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യുക. ടൈം ആൻഡ് ടൈം വെയിറ്റ് ഫോർ നൺ, സമയവും കാലവും ആർക്ക് വേണ്ടിയിട്ടും കാത്തു നിൽക്കില്ല എന്ന് പറയുന്ന ആ ഒരു സംഗതി ഓർത്തുകൊണ്ട് സമയത്തിന്റെ മൂല്യത്തെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാം. We will meet in the next class. Okay, bye.